നമസ്കാരം. GPS-നെതിരെ പോലും സമരം നടത്തിയ പ്രഭാകരൻ കോട്ടപ്പള്ളിമാരുടെ നാട്. കമ്പ്യൂട്ടർ തൊട്ട് എക്സ്പ്രസ് വേ വരെയുള്ള എത്രയെത്ര അനാവശ്യ സമരങ്ങൾ. സ്വാശ്രയ സമരം നടത്തിയവർ പിന്നീട് മലക്കം പറഞ്ഞു. സീ പ്ലെയിനിലും വീണ്ടും വിചാരം. ന്യൂസിൻ്റെ ഡെപ്തിലൂടെ ഇന്ന് പരിശോധിക്കാം കേരളത്തെ പിറകോട്ടടിപ്പിച്ച ചുവപ്പൻ മണ്ടത്തരങ്ങളുടെ കഥ. ചരിത്രപരമായ മണ്ടത്തരങ്ങളുടെ കൂടി ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേത്. ചുവപ്പൻ മണ്ടത്തരങ്ങൾ അഥവാ റെഡ് ബ്ലണ്ടേഴ്സ് എന്ന സബ് ഹെഡിങ്ങിൽ അത് ഇന്ന് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അത് വ്യാജ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞത് പാർട്ടി നേതാവ് BT രണദവയായിരുന്നു. 74 വർഷങ്ങൾക്ക് ശേഷമാണ് അത് പാർട്ടി തിരുത്തിയത്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തുകയാണ്. 1943 കമ്മ്യൂണിസ്റ്റുകാർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാനിലെ ടോജോയുടെ നായ, ടോജോയുടെ കഴുത, ടോജോയുടെ മുഖംമൂടി, ജർമ്മനിയിലെ ഗീബൽസിന്റെ നായ എന്നിങ്ങനെ വിശേഷിച്ച് അപമാനിച്ചിരുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും നേതാജിയെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസു കുറ്റസമ്മതം നടത്തി. വീണ്ടും 25 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ മാപ്പ് പറഞ്ഞു. 1942 CPI ഔദ്യോഗികമായി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കക്ഷി ചേരാതിരുന്ന പാർട്ടി ഹിറ്റ്ലർ തന്റെ പഴയ സഖ്യകക്ഷിയായ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ പ്ലേറ്റ് മാറ്റി. അത് നാസിസത്തിനെതിരായ ജനകീയ യുദ്ധമായി. ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മഹാ അബദ്ധമായി പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 1962 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ഉണ്ടായപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂമി എന്ന വാചകവും ഏറെ വിമർശിക്കപ്പെട്ടു. സ്വന്തം നാടിന് നേരെ ആക്രമണം വരുമ്പോഴും കമ്മ്യൂണിസ്റ്റുകൾക്ക് ചൈന പ്രേമമാണെന്ന് വിമർശകർ ആക്രമിച്ചു. ഈ വാചകം ഇന്ന് ചുവപ്പൻ മണ്ടത്തരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ 96 എല്ലാവരും ചേർന്ന് തങ്ങൾക്ക് വെച്ച് നീട്ടിയ പ്രധാനമന്ത്രി സ്ഥാനം തട്ടിക്കളഞ്ഞപ്പോൾ ജ്യോതി ബസു തന്നെ പ്രതികരിച്ചത് ചരിത്രപരമായ വിഡ്ഢിത്തം അഥവാ ഹിസ്റ്റോറിക് ബ്ലണ്ടർ എന്ന് പരിഹസിച്ചുകൊണ്ടാണ്. കേരളത്തിലും അതുപോലെ ഒരു ഹിസ്റ്റോറിക് ബ്ലണ്ടറിലൂടെ പാർട്ടി കടന്നു പോവുകയാണ്. അതാണ് ഇപ്പോൾ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വന്ന സീ പ്ലെയിൻ എന്ന ജലവിമാനം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 2013 ജൂണിൽ സീ പ്ലെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തതാണ്. എന്നാൽ ആലപ്പുഴയിലെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മത്സ്യസമ്പത്ത് നശിക്കുമെന്നൊക്കെയുള്ള തൊടുന്യായം പറഞ്ഞ് അന്ന് CPM തന്നെയായിരുന്നു ഈ സമരത്തിന് മുന്നിൽ നിന്നത്. ഇപ്പോൾ 11 വർഷം കഴിഞ്ഞ് അതേ പദ്ധതി തന്നെ പൊടി തട്ടിയെടുക്കുമ്പോൾ വീണ്ടും ഓർമ്മ വരുന്നത് ഇത്തരം ചുവപ്പൻ മണ്ടത്തരമാണ്. കമ്പ്യൂട്ടർ സമരം, ട്രാക്ടർ ട്രില്ലർ സമരം, വെട്ടിനിർത്തൽ സമരം, ഗ്യാസ് പൈപ്പ് ലൈൻ, ദേശീയപാത സമരം, കൂടംകുളം സമരം, സ്വാശ്രയ സമരം തുടങ്ങി എത്ര സമരങ്ങളാണ് ഒരു കാരണവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷം നടത്തിയത് എന്നോർക്കണം. കേരള വികസനത്തെ 100 വർഷം പിറകോട്ടടുപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മണ്ടത്തരങ്ങളുടെ കഥ വിചിത്രവും രസകരവുമാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന് എന്നും കീറാമുട്ടിയായിരുന്നു കമ്പ്യൂട്ടർ. ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ആ ഉപകരണത്തെ തൊഴിൽ തിന്നുന്ന ബഗൻ ആയിട്ടായിരുന്നു പാർട്ടി വിലയിരുത്തിയത്. ആ പേരിൽ ഒരു ലഘുലേഖ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. തൊഴിലെത്തിക്കൂ, കൈകളിലധികം, പിന്നീടാവാം കമ്പ്യൂട്ടർ എന്നായിരുന്നു അക്കാലത്തെ മുദ്രാവാക്യം. എന്നാൽ ഇടതുപക്ഷം മാത്രമായിരുന്നില്ല, കോൺഗ്രസിനും BJPക്കും ഒക്കെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരത്തിൽ തങ്ങളുടേതായ പങ്കുണ്ട്. 84 ദേശീയ കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായി ആചരിക്കുകയും രാജ്യമെങ്ങും കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുകയും ചെയ്തത് BMS ആണ്. 1998 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗം കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനെതിരെ നടന്ന പ്രചണ്ഡ സമരം ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയായിരുന്നു. പിന്നീട് ബാങ്കുകളിലൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ വ്യാപകമായപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭീതി പ്രചരിപ്പിച്ച് ഇടതുപക്ഷം ആ സമരങ്ങളെ ഏറ്റെടുത്തു. കേരളത്തിൽ പിന്നീട് ടെക്നോ പാർക്കുകളും സ്മാർട്ട് സിറ്റികളും ഒക്കെ വന്നപ്പോഴും അടഞ്ഞ കമ്മ്യൂണിസ്റ്റ് ധാരണകളെ കേരള വികസനത്തിൽ ഏറെ ദ്രോഹം ചെയ്തു. ടെക്നോ പാർക്കിന് തുടക്കം കുറിച്ച CEO ആയ വിജയരാഘവൻ എഴുതിയ വിജയവഴികൾ എന്ന പുസ്തകത്തിൽ സാമ്പത്തിക അന്ധവിശ്വാസങ്ങൾ കേരളത്തെ തകർക്കുന്ന വിധം പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹാർഡ് ഡിസ്ക് നിർമ്മാതാക്കളായ സീഗറ്റ പ്രതിനിധികൾ ബംഗളൂരിലെത്തിയപ്പോൾ ഞങ്ങൾ അവരെ ടെക്നോ പാർക്കിലേക്ക് ക്ഷണിച്ചു വരുത്തി. ടെക്നോ പാർക്കിലെ സൗകര്യങ്ങൾ കണ്ടിഷ്ടപ്പെട്ട അവർ അവരുടെ സ്ഥാപനം ടെക്നോ പാർക്കിൽ തുടങ്ങാമെന്ന് സമ്മതിച്ചു. അവർ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലത് ഇങ്ങനെയായിരുന്നു: ITI പാസ്സായ 5000 പെൺകുട്ടികൾക്ക് സീഗറ്റ് നേരിട്ട് തൊഴിൽ നൽകും. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അടിസ്ഥാന ശമ്പളത്തേക്കാൾ കൂടുതലായിരിക്കും അടിസ്ഥാന ശമ്പളം. ജീവനക്കാർക്ക് താമസ സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, തർക്കങ്ങൾ പരിഹരിക്കാൻ തൊഴിലാളികൾ അംഗമായ ഫോറം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ തിരികെ ആവശ്യപ്പെട്ട ഏക കാര്യം ഇതായിരുന്നു: 1 മണിക്കൂർ പോലും തങ്ങളുടെ കമ്പനി അടച്ചിടാൻ പാടില്ല എന്നതായിരുന്നു.
എന്ന് പറഞ്ഞാൽ പണിമുടക്ക് പാടില്ല എന്നാണ്. മുഖ്യമന്ത്രി ആന്റണി, വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി, INTUC നേതാക്കൾ എന്നിവർ വ്യവസ്ഥ അംഗീകരിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായ നയനാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാലത്തേക്കും പറ്റില്ല, 10 വർഷത്തേക്ക് ഒരു പണിമുടക്കം ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാം. താൻ പ്രതിപക്ഷ നേതാവിനെ കൂടെ എന്നാണ്. പ്രതിപക്ഷ നേതാവ് VSനെ കണ്ട് ഞാൻ വിവരങ്ങൾ ധരിപ്പിച്ചു. ഹാർഡ് ഡിസ്ക് വ്യവസായം, അതിന്റെ സാധ്യതകൾ, അവരുടെ വാഗ്ദാനം, വ്യവസ്ഥകൾ എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് VS നൽകിയ മറുപടി അങ്ങനത്തെ വ്യവസായം നമുക്ക് വേണ്ട എന്നായിരുന്നു. ഞാൻ വീണ്ടും അവർ വന്നാലുള്ള മെച്ചങ്ങൾ പറഞ്ഞു. സാധ്യമല്ല, ഇടത് കൈ ഉയർത്തി കനത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് VS മുഖം തിരിച്ചു. 5000 പേർക്ക് നേരിട്ടും അതിൻ്റെ ഇരട്ടിയിലധികം പേർക്ക് അല്ലാതെയും സർക്കാർ ശമ്പളത്തിൻ്റെ ഇരട്ടിയിൽ ലഭിക്കുന്നതും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ലഭിക്കുന്നതൊന്നും VSന് പ്രശ്നമല്ല. VSന് പ്രശ്നം ഒന്ന് മാത്രമാണ്: പണിമുടക്കാനുള്ള അവസരമാണത്രേ പരമപ്രധാനം. എൻ്റെ ദേഷ്യം മുഴുവൻ പ്രകടമാക്കി ഞാൻ വാതിൽ വലിച്ചടച്ച് പുറത്തു കടന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്കാണ് സീഗേറ്റ് നേരെ പോയത്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും പാർട്ടിയും അവരുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു. അവിടെ ഇന്ന് നേരിട്ട് 15000 പേർക്ക് ജോലി കൊടുത്തിരിക്കുന്ന വമ്പൻ സ്ഥാപനമാണ് സീഗേറ്റ്. ഇതുപോലെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. 1,00,000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി. VSന്റെ പിടിപ്പുകേടും പിടിവാശിയും ദീർഘവീക്ഷണമില്ലായ്മയും വഴി വെട്ടി ചുരുക്കപ്പെട്ടത് വഴി നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾക്ക് ആര് സമാധാനം പറയും? VS ഗവൺമെൻറ് നഷ്ടപ്പെടുത്തിയ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വേണ്ടിയുള്ള പ്രത്യേക സാമ്പത്തിക മേഖലയുടെ നഷ്ടം കേരളത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. VSന്റെ നിഷേധാത്മക നിലപാടുകൾ മൂലം ബിർളയുടെ 2 സ്ഥാപനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അടച്ചുപൂട്ടിയ മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി സ്ഥലം ഉപയോഗിച്ച് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IT പാർക്ക് എന്നിവ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന ബിർള ഗ്രൂപ്പിനെ VS ഓടിക്കുകയാണ് ചെയ്തതെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചോപ്പൻ ബ്ലണ്ടറായി ചൂണ്ടിക്കാട്ടാനാവുക കമ്പ്യൂട്ടർ സമരമായിരിക്കും. പ്രഭാകരൻ കോട്ടപ്പള്ളി സഖാവിനെ ആരും മറന്നിട്ടുണ്ടാകില്ല. കുത്തക മുതലാളിമാർ എന്ന് കേട്ടാൽ ഞെട്ടിവിറയ്ക്കുന്ന പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്ന സന്ദേശം സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രം. 1991 ഉദാരീകരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ CPM പ്രവർത്തകരിൽ അക്ഷരാർത്ഥത്തിൽ ഏറെയും പ്രഭാകരൻ കോട്ടപ്പള്ളിമാരായിരുന്നു. ഗാഡ് കരാറിലൂടെ ഇനി ഒരു തുളസിയില നുള്ളാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നമുക്ക് വന്നു ചേരുകയെന്നും അമേരിക്കയും IMFും ഒക്കെ ഇന്ത്യ കൊള്ളയടിക്കുമെന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞു വരുത്തിയത്. അതിൻ്റെ പേരിൽ 100 കണക്കിന് സമരങ്ങളാണ് ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ നടന്നത്. അന്ന് ഗാട്ടും കാണാച്ചരടും എന്ന പുസ്തകത്തിലൂടെ ലക്ഷണമൊത്ത ഭീതി വ്യാപാരമാണ് MP വീരേന്ദ്രകുമാർ അടക്കമുള്ള സോഷ്യലിസ്റ്റുകൾ നടത്തിയത്. 25 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ പുസ്തകത്തിലൊന്നും ഒരു വരി പോലും ശരിയായിരുന്നില്ല എന്നും മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് ഇത്തരം സമരത്തിൽ പങ്കെടുത്ത പലരും സാമ്രാജ്യത്തെ കുത്തകയായ അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നു. മൈക്രോസോഫ്റ്റിനും ബിൽഗേറ്റ്സിനുമെതിരായ ശക്തമായ പ്രചാരണത്തിൽ പങ്കെടുത്തവർക്ക് ഇന്ന് അതില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. എന്തിന്? ഗൂഗിൾ മാപ്പിങ്ങിന് വേണ്ടി ഗൂഗിൾ കമ്പനി ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തിയപ്പോൾ അവർക്കെതിരെയും പ്രതിഷേധം നടന്നിരുന്നു. ഇന്ന് GPS ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും തല കുനിഞ്ഞു പോകേണ്ടതാണ്. അതുപോലെ ആഗോളീകരണത്തിനും ഉദാരീകരണത്തിനും എതിരെയൊക്കെ കടുത്ത നുണകൾ പ്രചരിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തത്. 1991 നരസിംഹറാവുവും മൻമോഹൻ സിംഗും സ്വന്തം പാർട്ടിയിൽ നിന്ന് വരെ പഴികെട്ടുകൊണ്ട് നടപ്പാക്കിയ സാമ്പത്തിക ഉദാരീകരണം ഒന്നും രണ്ടുമല്ല 30 കോടി ജനങ്ങളുടെ പട്ടിണിയാണ് മാറ്റിയതെന്നാണ് ദി ഇക്കണോമിസ്റ്റ് എഴുതിയത്. ലോകത്തിലെ 6ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ന് ഇന്ത്യക്ക് വളരാനുള്ള ശ്രമങ്ങൾക്ക് അടിത്തറ പാകിയതും കമ്മ്യൂണിസ്റ്റുകൾ ഭീതി വ്യാപാരം നടത്തിയ സാമ്പത്തിക ഉദാരീകരണം തന്നെയാണ്. ഉദാരീകരണത്തിൽ മുമ്പുള്ള അടഞ്ഞ വിപണിയിലുള്ള ഇന്ത്യയിൽ തികഞ്ഞ ലൈസൻസ് രാജാണ് നിലനിന്നത്. സൈക്കിളിനും റേഡിയോയ്ക്കും ലൈസൻസ് വേണ്ടിയിരുന്ന ഒരു കാലം ഈ രാജ്യത്തുണ്ടായിരുന്നു. സിമന്റ് വാങ്ങുന്നതിന് പോലും സർക്കാരിൽ അപേക്ഷിക്കണം. അംബാസിഡർ, പത്മിനി എന്നീ 2 മോഡൽ കാറുകൾക്ക് മാത്രമായിരുന്നു ഇന്ത്യൻ വിപണിയിൽ അക്കാലത്ത് സ്ഥാനമുണ്ടായിരുന്നത്. പുതിയ ഒരു കാർ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. വിദേശത്ത് നിന്നും മടങ്ങി വരുന്ന യാത്രക്കാർ ലഗേജായി കൊണ്ടുവരുന്നത് ഒഴികെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിരുന്നു. 1983 ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ NR നാരായണമൂർത്തിക്ക് വിദേശത്ത് നിന്ന് ഒരൊറ്റ കമ്പ്യൂട്ടറിന് ഇറക്കുമതി ലൈസൻസ് ലഭിക്കുന്നതിന് ഡൽഹിയിൽ പലതവണ അപേക്ഷിക്കേണ്ടി വന്നു. അവസാനം കമ്പ്യൂട്ടർ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞപ്പോഴേക്കും അതിനേക്കാൾ ഗുണമേന്മയുള്ളതും വില കുറഞ്ഞതുമായ കമ്പ്യൂട്ടറുകൾ വിദേശ വിപണിയിൽ വന്നു കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് IMFന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിൽ ഉദാരീകരണം നടപ്പായത്. അതിനുവേണ്ടി രൂപയുടെ മൂല്യം കുറച്ചടക്കമുള്ള നടപടികൾ റാവു മൻമോഹൻ സിംഗ് ടീം ചെയ്തത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പ് പോലും മറികടന്നാണ്. രൂപയുടെ മൂല്യം കുറച്ച സമയത്തൊക്കെ കേരളത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളിമാർ ഉണ്ടാക്കിയ ബഹളം ഓർത്താൽ ഇന്ന് ചിരി വരും. പക്ഷേ ഇന്ന് കാലം മാറി. ആഗോളീകരണവും ഉദാരീകരണവും ആപത്തായിരുന്നുവെന്ന കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ട തെറ്റായിരുന്നുവെന്ന് അനുഭവത്തിലൂടെ തെളിഞ്ഞു. ആധുനിക കാലത്ത് ഇന്റർനെറ്റിൽ അല്പം ഒന്ന് സെർച്ച് ചെയ്താൽ ആർക്കും ഈ വിവരങ്ങൾ കിട്ടുമെന്നിരിക്കെ എന്നിട്ടും IMF ഭീതി ഇപ്പോഴും കേരളത്തിൽ ചിലർ അടിച്ചുവിടുന്നുണ്ട്. IMF ഉദ്യോഗസ്ഥയായ ഡോക്ടർ ഗീതാ ഗോപിനാഥിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കിയപ്പോഴുള്ള ബഹളങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. ഗീതോപദേശം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഇന്ന് പാകിസ്ഥാനെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ഉപദേശം നൽകുന്നത് ഇതേ ഗീത എന്ന കണ്ണൂർകാരിയാണ്. സാമ്പത്തിക അന്ധവിശ്വാസങ്ങളിലൂടെ മലയാളി വീണ്ടും വീണ്ടും പരിഹാസനാവുന്നുവെന്ന് ചുരുക്കം.
കേരളത്തിലെ ഏറ്റവും വലിയ ചുവപ്പ് മണ്ടത്തരമായി പറയാൻ കഴിയുന്നത് സ്വാശ്രയ കോളേജ് സമരമായിരുന്നു. സ്വാശ്രയം എന്ന് കേൾക്കുമ്പോൾ സമരത്തിനിറങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു CPM-ന്. 1994 നവംബർ 25-ന് നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പും അത് 5 DYFI പ്രവർത്തകരുടെ ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചത് സ്വാശ്രയ സമരത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് വെടിയേറ്റ അവശ്യ നിലയിലായ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഈയിടെയായിരുന്നു പുഷ്പൻ അന്തരിച്ചത്. പക്ഷേ കാലം മാറിയപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജുകൾ ഉയർന്നു വരാൻ തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പോലും പഠിച്ചത് മാതാ അമൃതാനന്ദമയിയുടെ സ്വാശ്രയ കോളേജിലാണ്. പക്ഷേ പാർട്ടി ഇന്ന് പറയുക അന്ന് MV രാഘവന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയാണ് പ്രതികരിച്ചത് എന്നാണ്. പക്ഷേ ഇന്ന് പാർട്ടിയുടെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഇതേ സീറ്റ് കച്ചവടം നടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സ്വകാര്യ സർവകലാശാലകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസിന് നേതൃത്വം നൽകിയ TP ശ്രീനിവാസൻ എന്ന മുൻ IAS ഉദ്യോഗസ്ഥനെ തെരുവിൽ SFI വിദ്യാർത്ഥികൾ കൈകാര്യം ചെയ്യുന്നതിന് പോലും കേരളം സാക്ഷിയാകേണ്ടി വന്നിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് 2016 ജനുവരി 29-നായിരുന്നു ഈ സംഭവം. ഒടുവിൽ നാണം കെട്ട് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് TP ശ്രീനിവാസനോട് ക്ഷമ ചോദിക്കേണ്ടി വന്നു. സംഭവം 7-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 2023 മറ്റൊരു ജനുവരി മാസത്തിൽ അന്ന് സ്വകാര്യ വിദേശ സർവകലാശാലകളെ എതിർത്ത ഇടതുപക്ഷം മനമാറ്റത്തിന്റെ പാതയിലെത്തി. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകരമാകണമെങ്കിൽ സ്വകാര്യ സർവകലാശാലകളെ നിഷേധിക്കില്ലെന്നും ആവശ്യമെങ്കിൽ വിദേശ നിക്ഷേപമാവാമെന്നും LDF നിലപാടെടുത്തു. കേരളത്തിലെ ചൂപ്പൻ മണ്ടത്തരം മൂലം ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായത് ഇവിടുത്തെ റോഡ് വികസനത്തിനാണ്. മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ എക്സ്പ്രസ് ഹൈവേ എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ അത് കേരളത്തിനെ രണ്ടായി മുറിക്കുമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ സമരം നയിച്ചു. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ എക്സ്പ്രസ് വേകൾ കണ്ട് അന്തം വിടുന്നു. ഇപ്പോഴത്തെ എക്സ്പ്രസ് വേയുടെ പകുതി പോലും കുടിയൊഴിപ്പിക്കാൻ വേണ്ടാത്ത കേരളത്തിൽ CPM വിചാരിച്ചിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക അന്ധവിശ്വാസങ്ങളുടെയും ദീർഘവീക്ഷണമില്ലായ്മയുടെയും കാര്യം നോക്കുമ്പോൾ CPM-ന്റെ B ടീം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും. അതുപോലെ നേരത്തെ ഗെയിൽ പദ്ധതി വന്നപ്പോൾ അത് പൊട്ടിത്തെറിക്കുമെന്നും ഭൂമിക്കടിയിലെ ബോംബാണെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ കുത്തിത്തിരിപ്പിക്കാൻ CPM മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അവർ അധികാരത്തിലെത്തിയതോടെ നിലപാട് മാറ്റി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മതമൗലികവാദ സംഘടനകളുടെ അടക്കം ഭീഷണിക്ക് വഴങ്ങി നിർത്തിവെച്ചതായിരുന്നു വാതക പൈപ്പ് ലൈൻ പദ്ധതി. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ സ്ഥലമെടുത്ത് പൂർത്തീകരിച്ച് പിണറായി ശരിക്കും ഇരട്ടശങ്കരായി. അതുപോലെ തന്നെയാണ് നമ്മുടെ ദേശീയപാത സമരവും. നല്ലൊരു ദേശീയപാതയില്ലാത്ത ഏക പ്രദേശമാണ് കേരളം. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ദേശീയപാത വികസനത്തിനെതിരെ ജനങ്ങളെ ഇറക്കി വിടുന്നതിൽ ചെറുതല്ലാത്ത പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. 20 കൊല്ലം മുമ്പ് നടക്കേണ്ട ദേശീയപാത വികസനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നോർക്കണം. അപ്പോഴേക്കും ഈ റോഡുകളിൽ എത്രയെത്ര ജീവൻ പൊലിഞ്ഞു. കൂടംകുളം ആണവ നിലയത്തിനെതിരെ CPM പ്രത്യക്ഷ സമരം നടത്തിയില്ലെങ്കിലും അതിവിപ്ലവകാരികൾ, പരിസ്ഥിതി മൗലികവാദികൾ എന്നറിയപ്പെടുന്ന ആഴോണിൽപ്പെടുന്ന ആളുകൾ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. നിലയം കൊണ്ട് കടലിലെ മീൻ വരെ ചത്തുപോകുമെന്നായിരുന്നു പ്രചാരണം. പക്ഷേ ഇപ്പോൾ കൂടംകുളം വൈദ്യുതി എല്ലാവർക്കും വേണം. അതുപോലെ മൊബൈൽ ടവർ റേഡിയേഷൻ ഉണ്ടാക്കുമെന്നും എന്തിന് ആധാർ കാർഡ് വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമൊക്കെ ഈ സോക്കോൾഡ് ഇടതുബുജ്ജികൾ എഴുതി മറിച്ചിരുന്നു. ഇന്ന് ആധാറില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. പ്ലാച്ചിമേടിലെ കൊക്കോകോള ഫാക്ടറി തൊട്ട് എത്ര പേരെ നാം കേരളത്തിൽ നിന്ന് ഓടിച്ചു. അവരൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. ഏറ്റവും വിചിത്രം, ലോക പ്രശസ്തമായ ജോൺ ഹോപ്കിൻസിന്റെ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങേണ്ടതായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാറിൽ ഓഫ് ക്യാമ്പസിനുള്ള പ്രപ്പോസൽ വന്നതാണ്. പക്ഷേ ആഗോള സാമ്രാജ്യത്വം തുടങ്ങി ചപ്പടാച്ചുകളിൽ തട്ടി അതില്ലാതായി. ആ സ്ഥാപനം ഇന്നുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകേണ്ട കാര്യം വരില്ലായിരുന്നു. കേരള മുഖ്യമന്ത്രിക്ക് ഇവിടെ തന്നെ രാജകീയ ചികിത്സ കിട്ടുമായിരുന്നു. ഇപ്പോഴിതാ കേരളത്തിലേക്ക് അന്താരാഷ്ട്ര ആശുപത്രികളുടെ ശൃംഖല വരണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. വൈകി വന്ന വിവേകം എന്നല്ലാതെ എന്തു പറയാൻ. ഇപ്പോൾ സീപ്ലെയിൻ വീണ്ടും വരുമ്പോൾ ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയുടെ മാപ്പ് പറയുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. 2013 15 കോടി ചെലവാക്കിയ ശേഷമാണ് സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. സീപ്ലെയിൻ ഉദ്ഘാടനം ചെയ്ത് നാണം കെട്ടു എന്ന് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതും വലിയ വാർത്തയായി. 2013 കൊല്ലത്തെ അഷ്ടമുടി കായലിൽ നിന്ന് ആലപ്പുഴ പുന്നമടയിലേക്കായിരുന്നു ആദ്യ യാത്ര നിശ്ചയിച്ചിരുന്നത്. ഉദ്ഘാടന ദിവസം ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ കായലിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം വള്ളത്തിൽ കയറി പ്രതിഷേധിക്കുകയും വലയെറിയൽ സമരം നടത്തുകയും ചെയ്തു. മീൻപിടുത്തവും കക്കാവാരലും തടസ്സപ്പെടുമെന്നും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമരം. ജലവിമാനം ഇറങ്ങുന്നതിന് പുന്നമടയിൽ പ്രത്യേക ജെട്ടി നിർമ്മിച്ചിരുന്നു. സംഘർഷമുണ്ടാകുമെന്ന വിലയിരുത്തലിൽ വിമാനമിറക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. സമരത്തെ തുടർന്ന് പദ്ധതിയിൽ നിന്ന് കമ്പനി പിൻവാങ്ങി. സെസ്ന 206H ആംഫീരിയർ എന്ന ചെറുവിമാനമായിരുന്നു പുന്നമടയിൽ ഇറങ്ങേണ്ടിയിരുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 6 പേർക്ക് യാത്ര ചെയ്യാമായിരുന്നു. ലാൻഡ് ചെയ്യുന്നതിന് സ്ഥിരം സംവിധാനം വേണ്ടാത്ത വിമാനമായിരുന്നിത്. അഷ്ടമുടി, പുന്നമട, ബോൾഗാട്ടി, കുമരകം, ബേക്കൽ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. വിനോദസഞ്ചാര പുരവഞ്ചി മേഖലയിലുള്ളവർ ഒന്നടക്കം ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിരുന്നു. പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ ടൂറിസം മേഖലയിൽ വൻ കുതിപ്പുണ്ടാകുമായിരുന്നുവെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇപ്പോൾ അതേ പദ്ധതി പൊടി തട്ടി 11 വർഷത്തിന് ശേഷം വീണ്ടും എത്തുകയാണ്. ബോൾഗാട്ടി പാലസ് വാട്ടർ ഡോമിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്കായിരുന്നു സീപ്ലെയിൻ്റെ ആദ്യ സർവീസ്. കനേഡിയൻ കമ്പനിയായ ഡിഹാവ്ലാൻഡ് കാനഡയുടെ 17 സീറ്റുള്ള വിമാനമാണ് സ്പൈസ് ജെറ്റിന്റെ സഹകരണത്തോടെ സർവീസ് നടത്തുന്നത്. ഫ്ളാഗ് ഓഫിന് മുൻപ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, P രാജീവ്, V ശിവൻകുട്ടി തുടങ്ങിയവർ സീപ്ലെയിനിൽ ഹ്രസ്വയാത്രയും നടത്തി.
ദേശീയപാത വികസനം, മലയോര ഹൈവേ തുടങ്ങിയ പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ ഗതാഗത സൗകര്യങ്ങൾ വികസിക്കുകയാണ്. സീപ്ലെയിൻ കൂടി വരുന്നതോടെ സംസ്ഥാനത്തിന്റെ വിദൂര സ്ഥലങ്ങളിലേക്കും കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചെലവിൽ എത്താനാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബോൾഗാട്ടി, മാട്ടുപ്പെട്ടി എന്നിവയ്ക്ക് പുറമെ കോവളം, അഷ്ടമുടി, കുമരകം, മൂന്നാർ, പുന്നമട, ബോൾഗാട്ടി, മലമ്പുഴ ഡാം, കാസർഗോഡ് ചന്ദ്രഗിരി പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ സീപ്ലെയിനുള്ള വാട്ടർ ഡ്രോമുകൾ സ്ഥാപിക്കാൻ പരിഗണിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രധാന ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് വാട്ടർ ഡ്രോമുകൾ ഒരുക്കാനാകും. അങ്ങനെ ഒരു വലിയ ടൂറിസം പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ പണ്ട് ഇടതുപക്ഷം തുറന്നുവിട്ട ഭീതി വ്യാപാര മനസ്സ് ഇന്നും പലരിലുമുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചാൽ എതിർക്കുമെന്നാണ് CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CPM നേതാവുമായ PP ചിത്തരഞ്ജൻ പറയുന്നത്. അടിയന്തര ആവശ്യമല്ലാത്തതിനാൽ ആലപ്പുഴയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ലെന്നും ചിത്തരഞ്ജൻ പറഞ്ഞു. 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അന്ന് കായലിൽ ചാടി സമരം ചെയ്ത ആളാണ് ചിത്തരഞ്ജൻ. അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതി വരുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് യൂട്ടേൺ എടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പദ്ധതി മത്സ്യത്തൊഴിലാളികളെ ബാധിക്കില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇതിനിടെ ആനത്താര ഉള്ളതിനാൽ മാട്ടുപ്പെട്ടിയിലെ സീപ്ലെയിൻ ലാൻഡിംഗിൽ വനംവകുപ്പ് ആശങ്കയും അറിയിച്ചു. ലാൻഡിംഗിന് നടക്കുന്ന റിസർവോയറിന് സമീപത്തെ ആനത്താരയുള്ളതാണ് വനംവകുപ്പിന്റെ ആശങ്ക. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും എതിർപ്പ് പറയുന്നവരെ ശക്തമായി എതിർക്കുമെന്ന് MM മണിയും പറഞ്ഞു. നോക്കുക, ഇതാണ് ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ് മനസ്സ്. ഞങ്ങൾ കൊണ്ടുവന്നാൽ അത് ശരി, നിങ്ങൾ കൊണ്ടുവന്നാൽ അത് തെറ്റ്.